ഹായ്, ഞാൻ ജിഷ ജനാർദ്ദനൻ. ഇന്ന് നിങ്ങളടുത്ത് ഞാൻ ഒരു അടിപൊളി പേഴ്സണാലിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്താന്ന് കരുതിയ നാർസിസിക് പേഴ്സണാലിറ്റി അഥവാ NPD എന്ന് പറയും. നിങ്ങളെല്ലാവരും ഈ ഒരു നാർസിസിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് ഇപ്പം നന്നായിട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവാം. ഇപ്പം ഞാനിത് പറയുന്നതിൽ എന്താ കാര്യം എന്നല്ലേ, അല്ല എന്ത് ഇത്ര വൈകി ഈ ഒരു പേഴ്സണാലിറ്റി ഞങ്ങളടുത്ത് സംസാരിക്കാൻ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ, കുറേ മാസങ്ങളായിട്ട് ഞാൻ ഈ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നന്നായിട്ട് പഠിച്ചതിന് ശേഷം വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നാർസിസിക് പേഴ്സണാലിറ്റി നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് ആയിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ രൂപത്തിലോ ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ രൂപത്തിലോ ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ രൂപത്തിലോ ഈവൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോലും NPD പേഴ്സണാലിറ്റിക്കാരുണ്ട്. പക്ഷേ ഇത് നാർസിസിക് പേഴ്സണാലിറ്റി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. അപ്പം ഈ നാർസിസിക് പേഴ്സണാലിറ്റിക്കാരെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഫസ്റ്റ് തന്നെ ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള നാർസിസിക് പേഴ്സണാലിറ്റി, ഇവർ കുറച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരുടെ ഇടയ്ക്കും നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്, സ്ത്രീകളുടെ ഇടയ്ക്കും നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാം ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്. വസ്ത്രധാരണം മാത്രമല്ല, ഒരാളിൽ അറ്റൻഷൻ കിട്ടുക, മറ്റൊരാളിൽ നിന്നും എനിക്ക് അറ്റൻഷൻ കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ നേടിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇവരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരെപ്പോഴും പുരുഷന്മാരാണെങ്കിൽ പലപ്പോഴും എന്നല്ല, ഇവരെപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള എന്തും, ഡ്രസ്സ്, വാച്ച്, ഷൂവ്, സ്പെക്സ്, പേന, എന്തൊക്കെയാണോ അവർ ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് മറ്റുള്ളവർ കാണുന്നത്, അതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഒരു പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം വിനയത്തോടു കൂടിയും വളരെയധികം എളിമയോടുകൂടിയും ഇവർ സംസാരം തുടങ്ങുന്നുണ്ടാവുന്നത്. നമ്മളെല്ലാവരും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിക്കാരായിരിക്കും ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും സ്വന്തം പേഴ്സണാലിറ്റി കാഴ്ചവെക്കുന്നത്. പിന്നീട് ഇവരിങ്ങനെ ഒരു ചെലന്തി വല നെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് അവരവരുടെ പേഴ്സണാലിറ്റി കാണിച്ചു, അവർക്ക് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ തന്നിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. പുരുഷന്മാരാണ് എങ്കിൽ അവരെന്താ ചെയ്യാന്നറിയോ, പൊതുവേ സ്ത്രീകൾ അത്യാവശ്യം കെയറിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ തരുന്നവരോട് വളരെയധികം പെട്ടെന്ന് ഇഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ അതായത് തൻ്റെ വിക്ടിം ആവാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ട് അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, അല്ലെ നിന്റെ സംസാരം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിച്ച് തുടങ്ങും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. പെട്ടെന്ന് നമ്മൾ ഇവരിലേക്ക് ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ഇവരുടെ ഈ ഒരു ചെലന്തി വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു പോയിട്ടോ. ഇവർ പൊതുവേ അവരിലേക്കൊരു ഇഷ്ടം വരുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഇവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പോലും മറന്നു പോയിട്ടുള്ള നമ്മളുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും ഇവർ ഗിഫ്റ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും ഇവർ. നമ്മുടെ പാരൻസ് പോലും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ല, നീ എവിടെ എത്തി, നീ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ എന്നൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ പാർട്ട്ണർ പോലും ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവർ കറക്റ്റായിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും, നീ പോയിട്ട് എന്തായി കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ, നീ എന്തേ വൈകിയത്, നിൻ്റെ മെസ്സേജൊന്നും ഒന്ന് കണ്ടില്ലല്ലോ, എന്ത് പറ്റി നിനക്ക്, വയ്യേ എന്നൊക്കെയുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ സംസാരിക്കും. നമ്മൾ അവരുടെ വലയിലേക്ക് ആക്കി മാറ്റും. ഇങ്ങനെ കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരവരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും.
എന്താ ചെയ്യാന്നറിയോ? ഇത്രയും നാളും നമ്മളെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് എങ്കിൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്ത് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ നല്ല സ്മാർട്ടാണല്ലോ, നിങ്ങൾക്ക് ഭയങ്കര കഴിവാണല്ലോ, എങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, ജീവിതത്തിൽ ഇങ്ങനെ വിജയം കൈവരിച്ചത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഇവരെ മാക്സിമം നമ്മൾ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കണം. പുരുഷന്മാരെ ആണെങ്കിലും സ്ത്രീകളെ ആണ് എങ്കിൽ നമ്മൾ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവുന്നു, നമുക്ക് അവരോടുമുള്ളൊരു ഇഷ്ടം ഉണ്ടാവുന്നു. രണ്ടുപേരും നല്ല രീതിയിലേക്ക് പോകുന്ന സമയത്താണ് ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങുക. നമ്മൾക്ക് എല്ലാ സമയവും ഒരേ മൂഡിലിരിക്കാൻ കഴിയില്ല അല്ലേ? ഈ ഒരു സമയത്ത് അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ, അവർ വിളിക്കുമ്പോൾ നമുക്കൊന്നും അവരുടെ കൂടെ പോകാൻ പറ്റില്ല എങ്കിൽ, അപ്പം തുടങ്ങും അവർ നമ്മളോട് പ്രതികാരം കാണിക്കാനായിട്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെക്കുറിച്ച് ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞുണ്ടാക്കുക അപവാദമായിരിക്കും. അതായത് നിൻ്റെ സ്വഭാവം ശരിയല്ല, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഒരു മോശക്കാരിയാണ്, അല്ലെങ്കിൽ നീ പിന്നെ എന്നെ ചതിക്കരുത്, എന്നെ ചീറ്റ് ചെയ്യായിരുന്നു, നിനക്ക് എന്നെപ്പോലെ മറ്റു പല ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. നമ്മളെ മാക്സിമം നമ്മളെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യും, നമ്മളെ ഡൗൺ ആക്കി കളയും എന്നുള്ളതാണ്. നമ്മൾ അല്ല 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 എന്ന് ഇതൊന്നും അല്ല ഞാൻ എന്ന് എത്രത്തോളം അവരോട് കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പറയും തോറും നമ്മളെ വല്ലാതെ അവരിങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെടുത്ത് നമ്മൾ പറയാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക്, ഒരു ലവ് അഫെയറിൻ്റെ ഇടയ്ക്കാണ് ഇത് നടക്കുന്നത്. എന്നാൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഉണ്ടാവുന്നത് എങ്കിൽ ആ ലൈഫിൻ്റെ മനോഹാരിത അവിടെ തീർന്നു എന്നുള്ളതാണ്. ജീവിതത്തിന് പിന്നെ ഒരു പച്ചപ്പില്ല. കാരണം ഈ ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തിയാണ് തൻ്റെ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കാൻ വിക്ടിമിന് കുറച്ച് കാലം എടുക്കേണ്ടി വരും, കുറച്ച് ടൈം എടുക്കേണ്ടി വരും. ഈ ഒരു ടൈം എത്തുമ്പോഴേക്കും ഈ പേഴ്സണാലിറ്റിക്കാരൻ എന്താ ചെയ്യുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ഈ വിക്ടിമിനെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ പറയാൻ കഴിയുമോ, അതായത് സ്ത്രീ ഒരു തൻ്റെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ വൈഫിനാണ് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് എങ്കിൽ ഈ വൈഫ് മറ്റുള്ളവരുടെ അടുത്ത്, തൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പറയുക തൻ്റെ ഹസ്ബൻഡ് തന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, തന്നെ വല്ലാതെ മോശം സംസാരിക്കുന്നു, തന്നെ തീരെ കെയർ ചെയ്യുന്നില്ല, മറ്റുള്ളവരായിട്ട് ഒരു ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് ഉണ്ട്, തനിക്ക് ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ പലതരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള പല വാക്കുകളും തൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി പറഞ്ഞ് ഫലിപ്പിക്കും. ഇത് കാണുമ്പം പൊതുവെ മറ്റുള്ളവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ വിക്ടിമാണ് നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇവരുടെ ഇടയ്ക്ക് ഞാനല്ല തെറ്റ് ചെയ്തത്, എന്നെ മനസ്സിലാക്കൂ എന്ന് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ ഒരു പേഴ്സണാലിറ്റിക്കാരെ നമ്മളെ അത്രയധികം മോശക്കാരായിട്ട് അടിച്ചമർത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഒരു ആങ്സൈറ്റി, ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോവാം. എന്നാൽ ഇവർ മെഡിസിൻ കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, അതായത് ഇവർക്കൊരു അസുഖവുമില്ല, തനിക്കാണ് എല്ലാ അസുഖവും ഉള്ളത് എന്നുള്ളൊരു രീതിയിലേക്ക് ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി വരുത്തി തീർക്കുമ്പോൾ വിക്ടിമിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും എന്നുള്ളതാണ്. ഇവർ പലപ്പോഴും ലവ് ബോംബിങ് ചെയ്യും, ഗ്യാസ് ലൈറ്റിങ് ചെയ്യും. ഇതൊക്കെ വരുമ്പോൾ ആകെ കൂടെ വല്ലാത്തൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് താൻ എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അവിടുന്ന് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടേണ്ടത് എന്നറിയാതെ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഈ വിക്ടിം എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നമ്മളുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ അറിയാതെ എത്രയോ വിക്ടിമുകളുണ്ട്, നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലിയെ എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെ നമുക്കൊരു വ്യക്തിയെ രക്ഷിക്കാൻ കഴിയാം എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും happy.